ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലാണ്. വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും അവകാശം നേടിയെടുക്കുന്നതിനോ പരീക്ഷയുമായോ ക്ലാസ് മുറിയുമായോ ബന്ധപ്പെട്ടുമല്ല ഒരു IT പാർക്ക് നിർമ്മിക്കാനുള്ള തെലങ്കാന സർക്കാർ തീരുമാനത്തിനെതിരെയാണ് സമരം. അതാണ് ഈ സമരത്തിന്റെ പ്രത്യേകതയും. യൂണിവേഴ്സിറ്റിയോട് ചേർന്ന 400 ഏക്കർ വനഭൂമി വെട്ടിത്തെളിച്ച് IT പാർക്ക് നിർമ്മിക്കുന്നതിനെയാണ് AISF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ എതിർക്കുന്നത്. സമരങ്ങളോട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമരങ്ങളോടുള്ള കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതാണ് സർക്കാർ പ്രതിഷേധക്കാരെ നേരിട്ട രീതി തെളിയിക്കുന്നത്. കാട് വെട്ടി തെളിക്കാനുള്ള നീക്കം ചേർത്ത മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികളെ രേവന്ത് റെഡ്ഡിയുടെ പോലീസ് മർദ്ദിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ 9 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥലത്ത് JCBകൾ എത്തിച്ചതറിഞ്ഞ് തടയാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് തടയുകയും ചോദ്യം ചെയ്തവരെ കൂട്ടത്തോടെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. മലയാളികളടക്കം വിദ്യാർത്ഥി യൂണിയൻ നേതാക്കന്മാർ കസ്റ്റഡിയിലാണ്. സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ സൗത്ത് ഫസ്റ്റ് എന്ന വെബ് പോർട്ടലിന്റെ റിപ്പോർട്ടർ സുമിത് ഷായെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. നേരത്തെയും രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിന് 2 വനിതാ മാധ്യമ പ്രവർത്തകരെ പോലീസ് വീട് കയറി അറസ്റ്റ് ചെയ്തിരുന്നു. സർവകലാശാലയ്ക്കകത്ത് നിലവിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ക്യാമ്പസിന്റെ മുക്കിലും മൂലയിലും പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ. അതിന് സർവകലാശാല അധികാരികളുടെ മൗന അനുവാദവുമുണ്ട്. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തപ്പോഴും പോലീസ് അനുകൂല നിലപാടായിരുന്നു സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സർവകലാശാലയോട് ചേർന്ന് കിടക്കുന്ന 220 തരം പക്ഷികളടക്കമുള്ള ജീവജാലങ്ങളുടെ ആവാസ മേഖലയായ കാഞ്ചകച്ചി ബൗളിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പൊതുതാൽപര്യ ഹർജി നൽകിയിട്ടുണ്ട്. ഈ മാസം 7-ന് കോടതി ഹർജി പരിഗണിക്കാനിരിക്കെയായിരുന്നു സർക്കാരിന്റെ തിടുക്കപ്പെട്ട നീക്കം. 1974-ൽ 2300 ഏക്കറിലാണ് സർവകലാശാല സ്ഥാപിച്ചതെങ്കിലും ഇതുവരെ അതിർത്തി നിർണയം നടത്തിയിട്ടില്ല. ഈ ഭൂമിയിൽ മഷ്റൂം റോക്ക് പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളും മറ്റ് ജൈവ വൈവിധ്യ സമ്പന്നമായ മേഖലകളും ഉൾപ്പെടുന്നു. ഇതിൽ നിന്ന് 400 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് തെലങ്കാന വ്യവസായ വികസന കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇതിനെതിരെ മാർച്ച് 12 മുതൽ സർവകലാശാലയിൽ ഇടതുപക്ഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ സർവേ നടത്തിയിട്ടില്ലെന്നാണ് ഹൈദരാബാദ് സർവകലാശാല പറയുന്നത്. പക്ഷേ മാർച്ച് ആദ്യം ഭൂമി കയ്യേറാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സർവകലാശാല അധികൃതർ അതിനെതിരെ ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് വിദ്യാർത്ഥികളെയും വർക്കേഴ്സ് യൂണിയനെയും അധ്യാപക സംഘടനകളെയും എല്ലാം ചേർത്ത് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധം ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഈ ഭൂമി സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചുവെന്നാണ് ഭരണകൂടത്തിന്റെ അവകാശവാദം. 20 വർഷത്തോളം ഒഴിഞ്ഞുകിടന്നതിനാലും ആരും പരിപാലിക്കാത്തതിനാലും അവിടെ മരങ്ങൾ വളർന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വനഭൂമിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിക്കുന്നു. നഗരത്തിലെ അവസാനത്തെ പച്ചത്തുരുത്തുകളിലൊന്നാണ് സർവകലാശാലയും പരിസര പ്രദേശങ്ങളും. പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ കൂടാതെ അവയെ നശിപ്പിക്കുന്നത് ഹൈദരാബാദിന്റെ ഭാവിയെ അപകടത്തിലാക്കും. ഇതിനെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയത്. പരിസ്ഥിതി പ്രശ്നത്തിൽ കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ അതേ നയമാണ് രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാരും പിന്തുടരുന്നത്. മുംബൈയിലെ ആരേ വനവും ഛത്തീസ്ഗഡിലെ ഹസ്തിയോ വനവും നശിപ്പിക്കുന്നതിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിച്ചു. 2 തവണ അദ്ദേഹം ഹൈദരാബാദ് സർവകലാശാല സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം പാർട്ടിയുടെ സർക്കാർ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും പരിസ്ഥിതി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കുന്നുവെന്ന BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാമുവിന്റെ വിമർശനം തള്ളിക്കളയാനാവുന്നതല്ല. പരിസ്ഥിതിയെ അറിയാത്ത വികസനം സർവനാശത്തിന്റെ താക്കോൽ നിർമ്മാണമാണ്. അതിനെതിരെ ഉയർന്നു വന്ന യുവജനതയുടെ പ്രക്ഷോഭത്തെ സർവാത്മന പിന്തുണയ്ക്കുകയാണ് ജനാധിപത്യത്തിന്റെ ധാർമ്മികത.